വൈ യങ് സൂപ്പർസ്റ്റാർസ് ആർ ഐഡലൈസിങ് നെയ്മർ. അതാണ് ഈ ഒരു വീഡിയോയിലെ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള പല യങ് സൂപ്പർ സ്റ്റാർസും സൂപ്പർ താരങ്ങളും ഐഡലൈസ് ചെയ്യുന്നത് നെയ്മറെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാമിൻ യമാൽ, ദെസേരെ ദുവേ, യമാൻ മുസിയാല, വിനി ജൂനിയർ. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഈ വിനി ജൂനിയർ ഇപ്പം മിക്സാണ്. CR7, റൊണാൾഡോ, നെയ്മർ ഇവർ രണ്ടുപേരും ഐഡലൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. യമാൻ മുസിയാല മെസ്സിയെയും നെയ്മറെയും ഐഡലൈസ് ചെയ്യുന്നുണ്ടെന്ന് പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് രണ്ട് ഗോട്ട് അവിടെ രണ്ട് സൈഡിലുണ്ട്. മെസ്സി, റൊണാൾഡോ ഇവർ രണ്ടുപേരും അവിടെ ഒരു സൈഡിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നെയ്മറെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ലാമിൻ യമാലും ദെസേരെ ദുവേ ഇവർ രണ്ടും ചെറിയ പേരല്ല, ബിഗ് നെയിംസ് ആണ്. ലാമിൻ യമാലിനൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു യോഫ ചാമ്പ്യൻസ് ലീഗിലെ ഇന്റർ മിലാനായിട്ടുള്ള ഒരു സെക്കൻഡ് മാച്ച് മാത്രം കണ്ടാൽ മതി അദ്ദേഹം എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് എന്നുള്ളത്, അദ്ദേഹം എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളത്. ബാഴ്സലോണയുടെ ഫ്യൂച്ചറിലെ ബാക്ക് ബോൺ ആണ് ലാമിൻ യമാൽ എന്നുള്ളത് നമുക്ക് ആ ഒരു മാച്ച് കണ്ടാൽ തന്നെ ചിലപ്പോൾ മേ ബി മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ സീസൺ വരെ ശ്രദ്ധിച്ചാൽ മതി, സ്പെയിനിൻ്റെയും വൺ ഓഫ് ദി ബിഗ് പ്ലെയറായി മാറിക്കഴിഞ്ഞു ലാമിൻ യമാൽ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വെറുതെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യോഫ നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ച് വന്നു. ആ ഒരു മാച്ച് വന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഓഫ് കോഴ്സ് ജയിച്ചു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണത്. പക്ഷേ ആ ഒരു സമയത്ത് റൊണാൾഡോ ജയിച്ച സമയത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജയിച്ച സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രോള് വന്നത് 17 വയസ്സുള്ള ലാമിൻ യമാലാണ്. അദ്ദേഹത്തിന് ഇത്രത്തോളം ട്രോള് വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം എത്രത്തോളം ഉയരത്തിലെത്തി, എവിടെയാണ് ഇപ്പം ലാമിൻ യമാലിൻ്റെ പൊസിഷൻ എന്നുള്ളത്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 5 ബാലൻഡിയോർ, 5 യോഫ ചാമ്പ്യൻസ് ലീഗ്, 4 ഗോൾഡൻ ബൂട്ട്, അങ്ങനെ ദുബായ് ബാലൻഡിയോർ, മിസ്റ്റർ UCL എന്നൊക്കെ പറയുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിജയിച്ച സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രോള് വന്നത് ലാമിൻ യമാലിന്. 17 വയസ്സുള്ള, വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ലാമിൻ യമാലിന്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലാമിൻ യമാൽ എത്രത്തോളം ഒരു പൊസിഷൻ എവിടെ എത്തിയൊരു പ്ലെയറാണ് എന്നുള്ളത്. ആ ലാമിൻ യമാലും ഐഡലൈസ് ചെയ്യുന്നത് നെയ്മറെയാണ്. പിന്നെ വേറൊരു പ്ലെയർ ഉണ്ട്, ദെസേരെ ദുവേ. PSG-യിലുള്ളൊരു ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, രണ്ട് പൊസിഷനിലും ലൂയിസ് എൻറിക്കെ മാറ്റി മാറ്റി കളിപ്പിക്കുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു പ്ലെയർ യോഫ ചാമ്പ്യൻസ് ലീഗ് അതിൻ്റെ ഫൈനൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദി മാച്ചാണ്, മാൻ ഓഫ് ദി മാച്ചാണ് ആ ഒരു മാച്ചിലെ. ആ ഒരു പ്ലെയർ മാച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു മിനിറ്റ് എത്രയോ സമയത്തെ ബാഴ്സലോണയായിട്ട് കാണാനൊരു സമയം ഈ ഒരു ദെസേരെ ദുവേക്ക് കിട്ടി. അദ്ദേഹം ആ ഒരു കിട്ടിയ ഒരു മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, സേ ഹലോ ടു നെയ്മർ, ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് നെയ്മർ. അതാണ് മാഴ്സലോനോട് പറഞ്ഞത്. മാഴ്സലോ അതിന് റിപ്ലൈ കൊടുത്തത് ഓൾറെഡി അദ്ദേഹത്തോട് നെയ്മറോട് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. നെയ്മറിനോട് ഫോളോ ചെയ്യാനും മാഴ്സലോ പറഞ്ഞിട്ടുണ്ട് ദെസേരെ ദുവേനെ. നെയ്മറിൻ്റെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, ദെസേരെ ദുവേനെ നെയ്മർ ജൂനിയർ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇത്രത്തോളം. അല്ലെങ്കിൽ ഇനി ദെസേരെ ദുവേൻ്റെ വേറൊരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നുമില്ല, ദെസേരെ ദുവേൻ്റെ PSG-യിലെ ക്ലിപ്സ് ഇല്ലേ, അത് നിങ്ങൾ ജസ്റ്റ് തലയില്ലാതെ ഒന്ന് കണ്ടു നോക്കി, ചിലപ്പോൾ നെയ്മർ PSG കളിക്കുന്ന പോലെ നമുക്ക് തോന്നുമ്പോൾ അത്രയും എന്താ പറയുക മാച്ചിങ് ആണ് ദെസേരെ ദുവേൻ്റെയും നെയ്മർ ജൂനിയറിൻ്റെയും ഒരു പ്ലേ എന്ന് പറയുന്നത്. അത്രത്തോളം എന്താണെന്ന് അറിയില്ല, യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇവിടെ ദെസേരെ ദുവേൻ്റെ ഒക്കെ ഇവിടെയാണ്, നെഞ്ചിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നെയ്മർ ഇപ്പോഴുള്ള പല യങ്സ്റ്റേഴ്സിനെയും. ഒരു എന്താ അത് ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം, നെയ്മർ ജൂനിയർ എന്ന് പറയുന്നത് ഗോൾഡൻ ബോളില്ല, ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല, പല ചാമ്പ്യൻസ് ലീഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ ഒന്നുണ്ട്, ക്ലബ് വേൾഡ് കപ്പ് ഒന്നുണ്ട്, യോഫ സൂപ്പർ കപ്പ് ഒന്നുണ്ട്, കോപ്പ ലിബർട്ടഡോറിസ് സാന്റോസിൻ്റെ കൂടെ ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്നേ ഉള്ളൂ. 5ഉം 4ഉം എന്താ പറയുക ചാമ്പ്യൻസ് ലീഗ്, വേൾഡ് കപ്പുള്ള മെസ്സി ഇവരൊക്കെ അവിടെ സൈഡിലുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ വീണ്ടും പറയുന്നു, ഇവർ രണ്ടുപേരും വേറെ സെപ്പറേറ്റ് കുറച്ച് യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഈ രണ്ട് ഗോട്ടിനെ ഞാൻ അപ്പോൾ തൽക്കാലം മാറ്റി വെക്കാണ്. രണ്ടുപേരും നമ്മുടെ ഗോട്ടാണ്, റൊണാൾഡോ, മെസ്സി. നെയ്മർ എന്ന് പറയുന്നത് ഇതൊന്നുമില്ല, പക്ഷേ സ്റ്റിൽ അദ്ദേഹം പല താരങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പ്രശാന്തിനൊക്കെ അദ്ദേഹം എവിടെയോ പറയേണ്ടി കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഐഡലൈസ് ചെയ്ത പ്ലെയർ നെയ്മറാണ് എന്നുള്ളതൊക്കെ. അങ്ങനെ പല ഇതിപ്പോൾ ഞാൻ വലിയ ലീഗിൽ കളിക്കുന്ന വലിയ ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന പ്ലെയർ വെറുതെ ഒന്ന് പറഞ്ഞതാണ് ലാമിൻ യമാലും ദെസേരെ ദുവേയും. വേറെയും കുറേ ആൾക്കാരുണ്ട്. വിനി ജൂനിയർ അദ്ദേഹം നെയ്മർ ജൂനിയറിനെ ഐഡലൈസ് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യമാൻ മുസിയാല പറഞ്ഞിട്ടുണ്ട്. ജെയ്ഡൻ സാൻചോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നെയ്മർ ജൂനിയറിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ ഫുട്ബോൾ കളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ കാണാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, പല മനുഷ്യന്മാരുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ, അതിൽ ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചിൻ്റെ ഉള്ളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ കുറേ ഗോൾഡൻ ബോളിൻ്റെ ആവശ്യമില്ല, ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡിൻ്റെ ആവശ്യമില്ല, യോഫ ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദി മാച്ചിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൻ്റെ വേ ഓഫ് പ്ലേയിങ്ങിലൂടെ പല ഫുട്ബോൾ ഫാൻസിൻ്റെയും നെഞ്ചിക്ക് കയറിയ ഒരാളാണ്
നെയ്മർ ജൂനിയർ എന്ന് പറയുന്നത്. അത് തെളിയിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കുറേ പ്ലേയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന പ്ലെയർ. ഞാൻ വീണ്ടും പറയുന്നു, അപ്പുറത്തെ റൊണാൾഡോയും മെസ്സിയും വേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ ഒരു ടോക്കേ അല്ല. ഇത് നെയ്മറിൻ്റെ കാര്യം ഞാൻ പറയാം. ഇങ്ങനെയും ഇഞ്ചുറികൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു പ്ലെയറാണ് നെയ്മർ. അത് കുറച്ച് ഒരു 2018 ശേഷം 2018-19 ശേഷം നെയ്മർ അങ്ങനെ അത്രയധികം മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല. ഒരു പകുതിയിലേറെ മാച്ചസും അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് പോയേക്കുക. അപ്പോൾ ഇതാണ് നെയ്മർ ജൂനിയർ. ഇങ്ങനെയൊക്കെയാണ് നെയ്മർ ജൂനിയർ യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഇനി വരാൻ പോകുന്ന പ്ലേയേഴ്സ് ഏതെങ്കിലും നെയ്മർ ജൂനിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. ബ്രസീലിലെ എസ്തവാവോ, അത് ചിലപ്പോൾ നിങ്ങൾ ബ്രസീലിൻ്റെ മാച്ചസൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം നെയ്മർ ജൂനിയറിനെ ഐഡലൈസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇനി ചെൽസിയിലോട്ട് പോവാണ്. ബ്രസീലിയൻ വണ്ടർ കിഡാണ്. സോ നമുക്ക് നോക്കാം ഇനി ആരൊക്കെയായിരിക്കും നെയ്മറെ ഇൻഫ്ലുവൻസ് ചെയ്ത് വരാൻ പോകുന്നത് എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.